ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഇവിടെ തെക്കേവാടക്കുളം കാവ്യകലാകേന്ദ്രത്തിൻ്റെ കാവ്യകേളി ഇവിടെയാണ്. ഈ വേദിയിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനപ്പുറം എല്ലാ വർഷവും അക്ഷരശ്ലോകമോ കാവ്യകേളിയോ അവതരിപ്പിച്ചു വരികയാണ്. ഏറെ ശ്രദ്ധേയമായത് കേരളത്തിലെ മറ്റ് പല മഹാക്ഷേത്രങ്ങളിലുള്ളതുപോലെ പെരുമ്പാവൂർ ക്ഷേത്രത്തിലും സാംസ്കാരികമായ, ഭാഷാപരമായ, സാഹിത്യപരമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിവിധങ്ങളായ പരിപാടികൾ അരങ്ങേറാറുണ്ട്. ഭാഷാനുബന്ധ വിനോദമായ ഒരു സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന, കാവ്യ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന അക്ഷരശ്ലോകത്തിനും കാവ്യകളിക്കും ഇവിടുന്ന് എല്ലാ വർഷവും നൽകി വരുന്ന നിസ്സീമമായ പ്രോത്സാഹനത്തിനും അവസരത്തിനും ഞങ്ങൾ ഈ ഭരണസമിതിയോട് കടപ്പെട്ടിരിക്കുന്നു. ശ്രീ അയ്യപ്പസ്വാമിയുടെ തൃപ്പാദങ്ങളിൽ ഈ കാവ്യപുഷ്പാഞ്ജലി സമർപ്പിക്കുകയാണ്. ഭക്തജനങ്ങളുടെയും സഹൃദയരുടെയും എല്ലാ ശ്രദ്ധയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കാവ്യകേളി ഒരു പുതിയ ഇനമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വാക്കുകൂടി പറഞ്ഞതാണ്. അക്ഷരശ്ലോകം സംസ്കൃത വൃത്തത്തിലുള്ള മലയാള പദ്യങ്ങളാണെങ്കിൽ നമ്മുടെ ഭാഷാവൃത്തത്തിലുള്ള കളകാലി, കേകയും, നദോന്നതയും, അന്നനടയൊക്കെ ഉള്ള ഭാഷാശീലികളാണ്. അത് നമുക്ക് കൂടുതൽ പരിചയവും ആസ്വാദ്യകരവും ലളിതവും സുന്ദരവും ജനകീയവുമാണ്. ഇനി ഈ കുട്ടികളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. ഇപ്പോൾ കാവ്യകേളി ചൊല്ലിയത് ചന്ദന എസ് നായർ. യൂണിവേഴ്സിറ്റിയിലെ ഈ കഴിഞ്ഞ MG യൂണിവേഴ്സിറ്റിയിലെ കലോത്സവത്തിൽ കാവ്യകേളിക്ക് 1ാം സ്ഥാനം വിജയിയാണ്. 2 വർഷം മുമ്പും ചന്ദന MG യൂണിവേഴ്സിറ്റിയിൽ വിജയിയായിട്ടുണ്ട്. അടുത്ത ദുർഗ എഴുപ്പുറത്തുള്ള ആളാണ്. ദുർഗ കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ 3 ഐറ്റത്തിന് പങ്കെടുക്കുകയും അപൂർവമായ 3 A-ഗ്രേഡ് നാടകീയ കുട്ടിയാണ്. കൂടാതെ അന്താരാഷ്ട്ര നാരായണീയ പാരായണ മത്സരം വാംസുരി നടത്തിയത്, ഗുരുവായൂർ തോട്ട സ്മാരക നാരായണീയ മത്സരം, ഗുരുവായൂർ പൂന്താന സാഹിത്യോത്സവം, ഗുരുവായൂർ നാരായണീയം ദശകപാഠ മത്സരം, കൂടാതെ നിരവധി അഖില കേരള അക്ഷരശ്ലോക കാവ്യകേളി മത്സരങ്ങളിലും വിജയിയാണ് ദുർഗ. അടുത്തത് ഈ അക്ഷരശ്ലോക കാവ്യകേളി പരിശീലനത്തിലും അവതരണത്തിലുമൊക്കെ എൻ്റെ സഹധർമ്മിണിയായ ഗിരിജാമോഹനാണ്. ഞാൻ തെക്കേവാടക്കുളം മോഹൻ നായർ ബന്ധപ്പെടും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ റിട്ടയർ ചെയ്തു. അക്ഷരശ്ലോകം, കവിതാലാപന, കാവ്യകേളി പരിശീലകനാണ്. അടുത്തത് എൻ്റെ പ്രിയപുത്രനാണ് കിരൺ ദാസ്, ഭാഷാധ്യാപകനാണ് തൊടുപുഴയിൽ. അദ്ദേഹം MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അക്ഷരശ്ലോകത്തിന് 1ാം സ്ഥാന ജേതാവുമാണ്. അക്ഷരശ്ലോക പരിശീലകനും അക്ഷരശ്ലോക കാവ്യകേളി അവതാരകനുമാണ്. അടുത്തത് ദുർഗയുടെ മാതാവാണ്. കുട്ടിയെ പഠിപ്പിക്കാൻ വന്ന് കാവ്യകേളിയിലും അക്ഷരശ്ലോകത്തിലും താല്പര്യം വന്ന് നിരവധി വേദികളിൽ ഇപ്പോൾ അക്ഷരശ്ലോകത്തിലും കാവ്യകേളിയിലും സജീവ സാന്നിധ്യമാണ് ഗായത്രിയുടെ അടുത്ത മകളും റവന്യൂ കലോത്സവത്തിൽ 7 ഐറ്റത്തിന് 1ാം സമ്മാനം A-ഗ്രേഡ് നേടിയയാളാണ് ഭദ്ര. ഇന്ന് അമ്പലത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു മാത്രം. അടുത്തത് ഉത്തര കാഞ്ഞിരക്കാട് സ്വദേശിനിയാണ്.
ഈ കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ കാപ്പിക്കേളിക്ക് ജില്ലാ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടിയാണ്. കാപ്പിക്കേളിയിലേക്ക് പുതിയ ഒരു മുഖമാണ്, ഞങ്ങളുടെ വരുന്ന താരമാണ്. നമസ്കാരം. തിരുവനന്തപുരേ വിളങ്ങിന പത്മനാഭ നമോസ്തുതേ സജല ജലധരതി കരതുലിത കളേവരായ നമോസ്തുതേ അരുണ പങ്കജ കോമളായ ദലോചനായ നമോസ്തുതേ ചരണ സരസിജയുഗളധിപതി നിഖിലദേവ നമോസ്തുതേ ഉന്നതോരു കിരീട കുണ്ടല മണ്ഡിതായ നമോസ്തുതേ പുരകവരമയ ശയന ജയ ജയ നളിനനാഭ നമോസ്തുതേ ഇന്ദിരാമണി മന്ദിരാമയ സുന്ദരാഗ നമോസ്തുതേ ഇരവു പകലഹമജിത തവതനു ചിന്തയാമി നമോസ്തുതേ. ശ്രീകോവിൽ നടയതാ തുറന്നു പുതിയൊരു ലോകമിതേതോ ബന്ധ ശോഭനം തേജോമയം കർമ്മസാക്ഷിയാം ദേവൻ പടിഞ്ഞാറുദിച്ചിതോ കമ്ര നക്ഷത്ര പ്രാതമേകത്ര കൂടിച്ചേർന്നു ചന്ദനാലേപം ജാതി ശോഭിപ്പൂ തിരുമുഖം മന്ദഹാസാഗ്രം മണിപ്പൊൻകിരീടത്തിൻ താഴ് നിർനിമേഷമായി നിൽക്ക നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്കൊഴുകുന്നു സച്ചിദാനന്ദാമൃതം. നവരത്നതോരണം ചാർത്തുന്ന വാർമഴവില്ലിന്റെ നല്ലഴകും വാടാതെ സന്ധ്യയ്ക്കുമന്തം വീഴുന്ന വാസന്തിക്കൂട്ടിന്റെ വാസനയും മറ്റുമാനന്ദമേകുന്ന പദാർത്ഥങ്ങൾ മുറ്റുമൊത്തിട്ടുണ്ടീ കൊച്ചുമയിൽ മറ്റാരുമല്ലിതു മാന്യായ സോദരൻ കറ്റക്കിടാവായ കണ്ണനത്രേ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം പിഞ്ഞക്കാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ
മറഞ്ഞിടും ഹിമകണം നിന്നു മന്ദഹസിക്കവേ ഒരു ദിനം കഴിഞ്ഞിടിൽ കൊഴിഞ്ഞിടും കുസുമമാനന്ദ നൃത്തം നടത്തവേ കരകളോടന്ത്യയാത്ര പറയുമാ പുഴകൾ പോലും ചിരിച്ചു ശ്രവിക്കവേ വെറുതെ എന്തിനു ജീവിതമീവിധം കഥനപൂർണമാക്കിയിടണം സുന്ദരാ പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞിരിക്കും അങ്ങിപ്പോളോമൽ കുയിലിണകൾ സംഗീതം പെയ്യുകയായിരിക്കും തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്നോ തട്ടി നീക്കിരണ്ടോ മനക്കൈകൾ കേട്ടു പിന്നിൽ നിന്നിക്കളകീതി ഞാൻ കാട്ടുകെന്നുടെ കൊച്ചനൂജത്തിയെ അമ്മ മന്ദമായാട്ടുന്ന തൊട്ടിലിൽ തൻ മകളുണ്ടുറങ്ങിക്കിടക്കുന്നു കാറ്റുലയ്ക്കും സരസിൻ്റെ ഓളത്തിൽ കാണുമാമ്പല മൊട്ടെന്ന പോലവേ വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലാലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമലതകത്തോപ്പും നീലെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്നൊരു ഭംഗി സത്യസൗന്ദര്യമേ പ്രകാശത്തിനാൽ നിത്യം വിടരുമാറാവുക ജീവിതം എൻ കരളിങ്കൽ തുളുമ്പുമാറാകമേ സങ്കൽപ്പസത്തിൻ സമാർദ്രമാം മാധുരി എന്നിൽ നിന്നെങ്ങും ഉയർന്ന നിർവാച്യമായി മണ്ണിൽ സുരഭിരോന്മാദം പരപ്പുക എന്നും എനിക്കു നിറമുളവാക്കുക നിന്നുജ്വലാനുഗ്രഹത്തിൻ കതിരുകൾ മുറിക്കുള്ളിൽ കൊളുത്തിയ നിലവിളക്കുണ്ടു താഴെ മയിൽ പീലിയുന്നു പാറി കിടന്നിടുന്നു വെളുത്ത പട്ടുകൊണ്ടമ്മ കെട്ടിയ പൂന്തൊട്ടിലൊന്നു പതുക്കെ പതുക്കെ കാറ്റ് ആടി നിൽക്കുന്നു ഉറക്കമാം പൈതൽ കാണാൻ വയ്യ തീരെ തുകിൽ ജോറിയിളക്കുന്ന തെന്നലിലും ചന്ദനഗന്ധം നീലമേഘം പോലിരുണ്ടു പൊന്തളയാണിഞ്ഞൊരുണ്ണിക്കാലു മാത്രം തൊട്ടിലിൽ നിന്നൂർന്നതാകാണോ
സാദരം നിൻ ചാരത്തണഞ്ഞാൽ പിന്നെന്തു ചെയ്യും? ആനന്ദമെന്നുള്ളിൽ തിങ്ങിയാലും ഞാനീശ ഭാവിച്ചൊഴിഞ്ഞു മാറും. സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമയെന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. കാടു ചൊല്ലുന്നതാമെന്നെ കബളിപ്പിക്കുവാൻ കയ്യിലോടു വേണ്ടി നടക്കുമീ ഉൽപ്പലബാലൻ. പണമില്ലാഞ്ഞു താൻ വരാൻ മടിക്കയാവാമ സാധു. ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം. ഗുണബുദ്ധിയാ ഞാൻ തോഴി കൊതിപ്പത കോമളന്റെ പ്രണയം മാത്രമാണെന്നു പറഞ്ഞില്ലേ നീ? അപസങ്കടമോർത്താൽ മനുഷ്യ ജീവിതത്തെക്കാൾ മഹിയിൽ ദയനീയമായി മാറ്റെന്തോന്നുള്ളൂ. ഉഷ്ടശക്തി വഹിക്കുമീ പളുങ്കുപാത്രം വിരലാൽ മുട്ടിയാൽ മതി തവിടു പൊടിയാമല്ലോ. അതുമല്ല വിപത്തുക്കൾ അറിയുന്നില്ല ഹോമത്തൻ. പ്രതിബോധവാൻ താനെന്ന പരിമോഹത്താൽ ഊറ്റമായൊരു രകത്തിൻ ചുരുളിനെ ഉറക്കത്തിൽ കാറ്റുതലയിണയായേ കരുതുഘോഷൻ. എനിക്കിഷ്ടം മൂകിൽ പെരുമ്പറ കൊട്ടി തിമിർത്തു പെയ്യുന്ന മഴയുടെ ശബ്ദം, തിരയടിക്കുന്ന കടലിന്റെ ശബ്ദം, കര കവിഞ്ഞു പോം നദിയുടെ ശബ്ദം, മദഗജം പോലെ മലയിറങ്ങി വന്നിളകിയാടുന്ന കൊടുങ്കാറ്റിൻ ശബ്ദം, സ്വമാതൃഭൂവിന്റെ സ്വതന്ത്രതയ്ക്കായി പൊരുതുന്നോർ പാടും കരുത്തെഴും ശബ്ദം. ക്രൂരയാണു കുപിതയാണു ഞങ്ങളുടെ ദേവി. ചോര കൊണ്ടു വെച്ചി മലർമാലയിടും ദേവി. ചൊക ചൊക ചൊകപ്പുടുത്തു വെള്ളിയരഞ്ഞാണിട്ടരമുറുക്കിയുതിര ഭൂവിൽ നൃത്തമാടിയാടി. ചൊക ചൊക ചൊകപ്പു കൊണ്ടു കാർകുഴലും മൂടി തിറമെഴും ശിരസ്ത്രമിട്ടു നൃത്തമാടിയാടി. ചടുല തളില്ലെതിക വെറും ഞങ്ങളുടെ ദേവി. കൊടിയ കൊടും വാൾകൾ മിന്നി മിന്നൽ വെറും ദേവി. ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കും
ഇരുഭാഗത്തിലായി പകുത്തു പിന്നിയ ചിപുരം മാതിരി പാടം അതിക്കരയിലായി പൂങ്കുള പാണി കൊൽക്കടത്തുകാരന്റെ മാടം ദിനം തോറുമെച്ചിൽ കൊടുത്തൊരു വൈജതനയന്മാരായ കുമാരന്മാർ മുന്നം ചന്ദനം ചാലിച്ചു ചാഞ്ചാടു ഈ ചെറുമുറ്റത്തു ചാഞ്ചാടു എന്റെ ശാന്തയ്ക്കു ചുറ്റും നീ ചാഞ്ചാടു കാര്യം കൊണ്ടിറങ്ങിയും ഞാനും കനികൊടു സഖ്യം ചെയ്തിതു മുന്നം കാര്യമതന്നു കഴിഞ്ഞു പിരിഞ്ഞു വൈരമതിനിയും മുന്നേ പോലെ പൂഷികനാം നീ പൂഷികനിനിമേൽ മൂഷികനാം ഞാൻ മൂഷികനിനിമേൽ കനികൊടു സഖ്യം ചെയ്തിതു മുന്നം കനിവുമതിലൊരു ചേർച്ചയുമില്ല ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇനി കണ്ടതടിക്കു വിനാശവും പിന്നേരം എന്നേതുമറിഞ്ഞില്ല കണ്ടു കണ്ടെന്നിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ ഇന്നു മുഴുവൻ ഞാനേകനായി കുന്നിച്ചെരുവിലിരുന്നു പാടും ഉച്ചയ്ക്കു പച്ചമരത്തണലിൽ സ്വപ്നവും കണ്ടു കിടന്നുറങ്ങും ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം മുന്നിൽ
ഉന്നാരക്കുട്ടനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ഉളരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെന്റെ പൊന്നോമന, അതിനെ തരികന്റെ ഭൂതമേനി. പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുത്തിച്ചാലിറന്നു. പൂവിൽ മുങ്ങിയ പൊന്നോണ നാളെ പൂർണ്ണ മോദമേ തീരക്കാനിലെ ചെത്തി മന്ദാരം ചേമന്തി പാറും പിച്ചീവക പൂവുകൾ തോറും നൃത്തം ചെയ്യുന്നു കേരള നാടിൻ ചിത്തം ചന്ദനത്തെന്നതിൽ കൂടി. ഇവിടെയുണ്ടു ഞാനെന്നറിയിക്കുവാൻ മധുരമാമൊരു പൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു ഞാനെന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ തെളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. ഉദ്ധരനാകുന്ന ഭീമസേനൻ തന്റെ പദ്ധതി തന്നിൽ മുടങ്ങിക്കിടക്കുന്ന വൃദ്ധനായൊരു വലിമുഖനെ കണ്ടു ക്രുദ്ധനായി പറഞ്ഞിടിനാനഞ്ജസ. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറിക്കിടാശഠ. ദുർഘട സ്ഥാനത്തു വന്നു ശയിപ്പാൻ നിനക്കടാ തോന്നുവതെന്തടാ സംഗതി. അടുത്ത ഒരു റൗണ്ടോട് കാവ്യം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവത്തോടനുബന്ധിച്ച് തെക്കേവാഴപ്പുറം കാവ്യകലാകേന്ദ്രത്തിന് ഒരു അവസരം നൽകിയതിന് സംഘാടക സമിതിയിലെ ഓരോരുത്തരോടുള്ള ഞങ്ങളുടെ കടപ്പാട് സവിനയം അറിയിച്ചു കൊടുക്കുന്നു. ഇത് ശ്രദ്ധ വീക്ഷിച്ച് ആസ്വദിച്ചിരുന്ന സഹൃദയ സദസ്സിനും ശബ്ദവും വിളിച്ചവും നൽകി സഹായിച്ചവർക്കും എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ കാവ്യാർച്ചന ധർമ്മശാസ്ത്ര വിവാദങ്ങൾ സമർപ്പിച്ചുകൊള്ളു. നന്ദി, നമസ്കാരം. ലോഹസാന്ദ്ര മഹാപ്രവാഹത്തിനെ
ഒന്നിച്ചു ഞങ്ങളരങ്ങത്തു വന്നതാണൊന്നും പറയാതെ ഇന്നു പോയി നായകൻ. രംഗം തുടങ്ങണം അസ്വസ്ഥ ചിത്തരായി തങ്ങളിൽ നോക്കുന്നു കാണികൾ. ആരോ എവരിക വീണ്ടും ഉയർത്തി ഞാൻ ആ രംഗവേദിയിൽ നിശ്ചലം നിന്നുപോയി. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റോരാലസൽ ഗ്രാമഭംഗി ഉലകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. തളിർമരക്കൊമ്പത്തൂരണ്ടു മഞ്ഞ കിളികൾ ചിലച്ചു പറന്നുപോയി. കുടവള്ളിപ്പൂക്കൾ കൂട്ടുകാലൻ നെറുകയിൽ ഞെട്ടത്തടർന്നു വീണു. അരുവിയിൽ വെള്ളം കുടിച്ചു പോകാൻ ഒരു കൊച്ചു മാൻപേട വന്നു ചേർന്നു. ഒരു കൊച്ചു മീനിനെ കൊക്കിലാക്കി ഒരു നീല പൊന്മാൻ പകച്ചു പൊങ്ങി. തിരുവുത്സവത്തിൻ്റെ 2ാം ദിവസം ഇപ്പോൾ കാവികേടി കാവികലാക്ഷേത്രം വാഴക്കുളം അനുഗ്രഹീതരായ കലാകാരന്മാർ അവതരിപ്പിക്കുകയുണ്ടായി. സാന്ദർഭികവശാൽ ഈ അവസരത്തിൽ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. തെക്കേ വാഴക്കുളത്ത് ഒരു കാലത്ത് പ്രശസ്തരായിരുന്ന ജ്യോതിഷ പണ്ഡിതൻ പൊന്നക്കുളം നാരായണൻ നായർ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഈ മോഹൻ നായർ എന്ന് സൂചിപ്പിക്കുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച് ഇപ്പോൾ അക്ഷരശ്ലോക കാവ്യകേളി പരിശീലകനായി നമ്മയെല്ലാം അനുഗ്രഹിച്ചു പോരുന്ന മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അതുപോലെ കുട്ടികൾ എല്ലാവരും ഈ ഒരു വലിയ ഒരു സന്ദേശം നാട്ടിൽ ഉടനീളം നൽകുന്നതിൽ ചെറുതല്ലാത്തതായ പങ്ക് വഹിച്ചു വരുന്ന ആ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായിരുന്ന നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ജ്യോതിഷ പണ്ഡിതനായിരുന്ന പൊന്നക്കുളം നാരായണൻ നായർ അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് മോഹൻ നായർ അദ്ദേഹത്തെ നമ്മുടെ ഉപകാരം ഏറ്റുവാങ്ങുവാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും നല്ലൊരു പ്രോത്സാഹനമായി ഒരു കയ്യടി, നമ്മളിവിടെ ഇരിക്കുന്നവർക്ക് കയ്യടി കുറവാണ്. നമ്മൾ നൽകുന്ന ഈ കയ്യടിയാണ് ഇവർക്കുള്ള അല്ലെങ്കിൽ ഇനി വരുന്ന കലാകാരന്മാർക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം. നമ്മളെയൊക്കെ സംബന്ധിച്ച് അതൊരു ഓസ്കാറായി തന്നെ അവർക്ക് നൽകണം. അപ്പോൾ കയ്യടിക്ക് യാതൊരു കുറവും ഉണ്ടാകാത്ത രീതിയിൽ ഈ കലാപരിപാടികൾ ഇതുപോലുള്ള അക്ഷരശ്ലോക കാവ്യകേളി മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അവർക്കുള്ള പ്രോത്സാഹനം നൽകണം. നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന പല കലാകാരന്മാരും കലയെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഒരു വലിയ സമ്പ്രദായമാണ്, ഒരു വലിയ സന്ദേശമാണ് ക്ഷേത്ര സങ്കേതങ്ങളിൽ ഇവർ നൽകുന്നത് എന്നുകൂടി നമ്മൾ സ്മരിക്കണം. നമ്മുടെ കുട്ടികളെ കൂടുതലായി ഇത്തരം ഉത്സവവേദികളിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള കാവ്യകേളി പരിപാടികൾ കേൾപ്പിക്കുവാൻ തയ്യാറാവണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് നല്ലൊരു കയ്യടി കൊടുക്കുക. മോഹൻ നായർ അദ്ദേഹത്തെ വിനയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപദേശക സമിതി അംഗം ടി.കെ. അശോക് കുമാർ ഇപ്പോൾ ആ ഉപഹാരം നൽകും. അശോക് കുമാർ അദ്ദേഹത്തെയും വിനയപൂർവ്വം ക്ഷണിക്കുന്നു.
മറ്റൊരു പ്രത്യേക അറിയിപ്പുള്ളത് പെരുമ്പാവൂർ സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ. പെരുമ്പാവൂർ സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ നമുക്ക് അത്യാവശ്യം അടിയന്തര സാഹചര്യങ്ങളിൽ സഹായഹസ്തവുമായി പെരുമ്പാവൂർ സേവാഭാരതിയുടെ പ്രവർത്തകർ നമ്മോടൊപ്പം ക്ഷേത്ര സങ്കേതത്തിലുണ്ടാവും.